Mapac, your perfect packaging partner. താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. നൂറ്റാണ്ടുകളുടെ പഴമയേൽക്കാതെ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന വീടാണ് ആലുവ പറമ്പയത്തെ എളമനെ തറവാട്. 2 ശതാബ്ദങ്ങൾ പിന്നിട്ടിട്ട് ഇന്ന് പുതുമയോടെ നിലനിൽക്കുന്ന എളമനെ തറവാട്ടിൽ 2 പ്രളയങ്ങളാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇതാണ് ഈ 1924, അതായത് 99-ലെ വെള്ളപ്പൊക്കം എന്ന് നമ്മളൊക്കെ എല്ലാവരും പറയുന്ന ഈ വെള്ളപ്പൊക്കത്തിന്റെ അന്നത്തെ ലെവൽ ഇതാണ്. ഈ ലെവലിൽ ഇവിടം വരെയും വന്നിട്ട് എൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ അന്ന് ഇവിടെ ഇങ്ങനെ വന്നിട്ട് വള്ളം ഇവിടെ ഇട്ടിരിക്കുകയെന്ന് പറഞ്ഞല്ലോ. ഇവിടെ നിന്ന് ഇനി വെള്ളം പൊങ്ങി വന്നാൽ പോകാൻ കണക്കാക്കിയാണ് ഇവിടെ വന്നത്. പക്ഷെ ഇവിടെ വന്നിട്ട് പിന്നെ വെള്ളം വീണ്ടും അകത്തേക്ക് കയറിയില്ല, ഇവിടെ വന്ന് അവസാനിക്കുകയുണ്ട്. കേരളത്തെ തകർത്തെറിഞ്ഞ പ്രളയത്തിന് 100 വയസ്സ് തികയുമ്പോൾ 2 പ്രളയങ്ങൾ കണ്ട ഒരു തറവാടുണ്ട് ആലുവയിൽ. 2 ശതാബ്ദങ്ങൾ പിന്നിട്ടിട്ടും ഇന്നും പുതുമയോടെ നിലനിൽക്കുന്ന ആലുവ പറമ്പയത്തെ എളമനെ വീട്ടിൽ 2 പ്രളയങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 99-ലെ പ്രളയം എന്നറിയപ്പെടുന്ന 1924-ലെ പ്രളയവും ഇന്നത്തെ തലമുറ സാക്ഷിയായ 2018-ലെ പ്രളയവും. ഈ വീട്ടിലെ പിൻതലമുറക്കാരനായ ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകൻ AK സയ്യിദ് മുഹമ്മദിന്റെ പിതാവ് AK മുഹമ്മദ് പകർന്നു നൽകിയ ഓർമ്മകൾ ഇന്നും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. അല്ല, വാപ്പയും ഉമ്മയും പറഞ്ഞുള്ള ഡയറക്റ്റ് അറിവാണ് എനിക്കുള്ളത്. വാപ്പയും ഉമ്മയും പറഞ്ഞിട്ടില്ല. അവര് ഈ 1924, അതായത് 99-ലെ വെള്ളത്തിന് അവര് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ അവിടെ ആ ലാസ്റ്റ് സ്റ്റെപ്പിന്റെ അവിടം വരെയും വെള്ളം എത്തി. അപ്പൊ അതേവരെ അവരിവിടെ ഇരിക്കുകയാണ്. അപ്പോൾ വലിയ കെട്ടുവെള്ളം ഒരെണ്ണം കൊണ്ടുവന്ന് അതിന്റെ തുഴക്കാരനും ഇവിടെ സ്റ്റേ ചെയ്യിച്ചിട്ടുണ്ട്. ഇനി വെള്ളം പൊങ്ങിയാൽ അതിൽ കയറി പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ വന്നിട്ട് വെള്ളം അവിടെ നിന്ന് ആ വാട്ടർ ലെവല് അവിടെ അന്ന് ഇങ്ങനെ സിമെന്റിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ വാട്ടർ ലെവലാണ് ഇപ്പം നമ്മൾ അവിടെ കണ്ടത്. ഞാനവിടെ അത് ടൈലിട്ടപ്പോൾ ആ വാട്ടർ ലെവല് പൊട്ടിച്ച് കളഞ്ഞിട്ട് ഇടേണ്ട വന്നുകൊണ്ടാണ് അത് ഇതാക്കിയത്. 2018-ലെ വെള്ളപ്പൊക്കത്തിൻ്റെ അതിൻ്റെ 1 അടി 8 ഇഞ്ച് താഴെ വരെയാണ് വന്നത്. 1 അടി 8 ഇഞ്ച് താഴെ വന്നുള്ളൂ. 99-ലെ വെള്ളമാണ് ഏറ്റവും വലിയ വെള്ളം. 18-ൽ ഇവിടെ ഈ ബിൽഡിങ്ങിൽ കുറവായിരുന്നു. അത് 1 അടി 8 ഇഞ്ച് താഴെയായിട്ടാണ് വന്നത്. അതിൻ്റെയും സ്റ്റിക്കർ അവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഈ ബിൽഡിംഗ് ഒരു 200 കൊല്ലത്തിലധികം പഴക്കമുണ്ട്. അത് ഉപ്പ പറഞ്ഞുള്ള അറിവല്ലേ ഉള്ളൂ. ഉപ്പ പറഞ്ഞുള്ള അറിവ് എനിക്കുള്ളൂ. എനിക്കിപ്പോൾ 72 വയസ്സായി. ഉപ്പ പറഞ്ഞുള്ള അറിവെന്ന് പറയുമ്പോഴത്തേനും അറിയാമല്ലോ. അപ്പം അത്രയും വർഷത്തെ ഒരു വ്യത്യാസമുണ്ട്. പക്ഷെ എന്നാലും അത് ഉപ്പയും ഉമ്മയും ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുള്ളത് വെച്ച് നമ്മൾ നേരിട്ട് കണ്ട ഒരു പ്രതീതി എൻ്റെ മനസ്സിൽ ഉണ്ട്. കാരണം ഒരു വള്ളക്കാരൻ ഇവിടെ വള്ളം കിടക്കുന്നു, വള്ളം തുഴയാൻ ആളെ അറേഞ്ച് ചെയ്തിരിക്കുന്നു, ഭക്ഷണമൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ചെറിയ കല്ലൊക്കെ കൂട്ടി മുകളിൽ അത്യാവശ്യം ചോറോ കഞ്ഞിയോ എന്തെങ്കിലുമൊക്കെ വെക്കത്തക്ക വിധത്തിൽ ആണ് അന്നത് ചെയ്തിട്ട് നിന്ന്. ഇനി വെള്ളം അകത്തേക്ക് വന്നാൽ ഇവിടുന്ന് പോകാൻ കണക്കാക്കിയാണ് അന്ന് നിന്നത് എന്നുള്ളതാണ് ഉപ്പയൊക്കെ പറഞ്ഞിട്ടുള്ള അറിവ്. നിർത്താതെ പെയ്ത പേമാരിയുടെ ദിനങ്ങളെക്കുറിച്ചും പെരിയാർ കരകവിഞ്ഞൊഴുകുന്നുവെന്ന വിവരമറിഞ്ഞ് വെള്ളവുമായി കാത്തിരുന്നതുമെല്ലാം പിതാവ് പങ്കുവച്ചിട്ടുണ്ട്. 2 പ്രളയങ്ങൾ കണ്ടിട്ടും ഇളകാത്ത ഈ വീട് പൊളിക്കാതെ സംരക്ഷിക്കാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം. 99-ലെ വെള്ളം പോലും വന്നിട്ട് യാതൊരു അനക്കവും പറ്റാതെ നിന്ന ഒരു സ്ട്രക്ചറാണ് ഈ കെട്ടിടത്തിന്റെ ഈ ഭിത്തിക്കനം എന്ന് പറയുന്നത് 2.5 അടിയാണ്. 2.5 അടിക്ക് കല്ല് വെച്ച് കെട്ടിയാണ് പോയിട്ടുള്ളത്. ഉപ്പയായിട്ട് ഒന്നും ചെയ്തെന്ന് പറയുന്ന കുറച്ച് തേച്ചിട്ടൊക്കെ ഉണ്ടായില്ല. അപ്പോൾ കുറച്ച് ഇതൊക്കെ വെച്ച് തേച്ചു. ഞാനൊരു ഇത്തിരിയും കൂടിയൊക്കെ ഒന്ന് എനിക്ക് ശരിയാക്കി ഈ പഴയ ഒരു കെട്ടിടം ഒരു ഇതെന്നുള്ള നിലയ്ക്ക് അത് അതേപടി നിലനിർത്തണം എന്നുള്ള എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിൻ്റെയും കൂടിയും പുറത്താണ് അത് അങ്ങനെ തന്നെ അതിനൊരു മാറ്റം വരുന്നത്. ഒരുപാട് പേര് എന്നോട് സജസ്റ്റ് ചെയ്താണ് ഇതൊക്കെ കളഞ്ഞ് നല്ല പുതിയ വീടൊക്കെ വെച്ചുകൂടെ എന്ന് ചോദിച്ചാണ്. ഞാൻ പറഞ്ഞു നോ, അത് ഇത്രയും കാരണവന്മാർ ഇത്രയും ആളുകൾ ജനിച്ച് മരിച്ച് പോയ
ഒരു തറവാട് വീടായതുകൊണ്ട് അത് ഞങ്ങളുടെയൊക്കെ കാലം വരെ അങ്ങനെ നിൽക്കട്ടെ എന്നുള്ള നിലക്ക് അങ്ങനെ വെച്ചത്. 18 വന്നപ്പോഴും അതിൻ്റെ ഒപ്പം എത്തിപ്പോകുമെന്ന് ശരിക്കും പേടിച്ചു. പക്ഷെ ഞങ്ങളൊക്കെ അതിനു മുമ്പ് തന്നെ ഇവിടുന്ന് പോയി. ഇവിടെ കാരണം ഇവിടെ നിന്ന് ആകെ പോകാത്ത ഒരൊറ്റ ആള് ഇതേ അവിടെയുള്ള ആ നേരെ വീട്ടിലെ അധികാരിക്ക് മാത്രമാണ്. പുള്ളി പോയില്ല. പുള്ളി ഞങ്ങൾ വിളിച്ചിട്ടും വന്നില്ല 2018. ബാക്കി ഇതിൻ്റെ ചുറ്റുമുള്ള മുഴുവൻ ആളുകളും ഇവിടുന്നൊക്കെ അങ്ങോട്ട് മാറിപ്പോയി. പിന്നെ പഴയ പോലെ വള്ളമൊന്നും ഇട്ട് ഇരിക്കാനുള്ള സൗകര്യമൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കാമായിരുന്നു. പക്ഷെ അത് ഭയപ്പെട്ടു പോയി. 18 ഇനി 99 വെള്ളത്തിലും കൂടുതലായിട്ട് വരുമോ എന്ന് സത്യത്തിൽ ഭയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഭയത്തിൻ്റെ പുറത്താണ് അങ്ങനെ. പക്ഷെ അത്ര എത്തി. ആ വാട്ടർ ലെവൽ ഇപ്പോൾ കാണിച്ചു തന്ന വാട്ടർ ലെവലിലെത്തി. അവിടെ നിന്ന് പിന്നെ താഴേക്ക് പോവുകയും ചെയ്തു.